ഫാദൽ ആബിദ് മദീന പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ഏതാണ് ഈ സൗന്ദര്യധാമം? ചന്തം പൂങ്കാറ്റിൽ നിറയുന്നു സുഗന്ധം ഉലകം വിടരും മൃദുലം ഇരു ചുണ്ടുകളോ പവിഴം കരളിൽ പകരും ആ കഞ്ചകിയാളുടെ പുഞ്ചിരിയിൽ മധുരം പുതുമ അവളെന്തൊരു ചന്തം പൂങ്കാറ്റിൽ നിറയുന്നു സുഗന്ധം ഉലകം വിടരും മൃദുലം ഇരു ചുണ്ടുകളോ പവിഴം കരളിൽ പകരും ആ കഞ്ചകിയാളുടെ പുഞ്ചിരിയിൽ മധുരം. സൗന്ദര്യം വാർന്നൊഴുകുന്ന ഒരു പെണ്ണ് ഫാദൽ ആബിദിന് വശ്യമായ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പറയുകയാണ്, സുഹൃത്തെ, താങ്കളെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. നേരിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചു നടക്കുകയായിരുന്നു. ഇപ്പോൾ സാധിച്ചു. ദൈവത്തിന് സ്തുതി. എന്റെ പേർ ജാരിയ. ഞാനൊരു ജൂത സ്ത്രീയാണ്. പക്ഷേ സ്നേഹത്തിന്റെ മുമ്പിൽ ജാതിയും വർണ്ണവും പ്രശ്നമല്ലോ. താങ്കളെ പോലെ ഒരു സുന്ദരൻ ഈ ഭൂമുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങയുടെ അഴകിനെ വർണ്ണിക്കുകയാണെങ്കിൽ ഉലകം വിരിഞ്ഞു നിൽക്കും പൂന്താരമോ നിലാവോ ഗുണമിൽ മികന്തിതെന്തോ മണമേറും ആശപൂവോ ഉലകം വിരിഞ്ഞു നിൽക്കും പൂന്താരമോ നിലാവോ ഗുണമിൽ മികന്തിതെന്തോ മണമേറും ആശപൂവോ. ആ പെണ്ണിന്റെ വർണ്ണന ഫാദൽ ആബിദിനെ അത്ര രസിച്ചില്ല. ആദ്യം ദേശത്തോടു കൂടെ അവളോട് പറയുകയാണ്, പെണ്ണെ നീ നിലക്ക് നിന്നോ നാശം വിതച്ചിടേണ്ട നീ എന്നെ ചതിച്ചിടേണ്ട നീ വെറുതെ കൊതിച്ചിടേണ്ട വണ്ടോശം എടുത്തു പോയാൽ എന്നെ റബ്ബ് പിടിക്കും ജബാനിയാക്കളിടിക്കും ആ നരകത്തിലിട്ട് കരിക്കും പെണ്ണെ നീ നിലക്ക് നിന്നോ നാശം വിതച്ചിടേണ്ട നീ എന്നെ ചതിച്ചിടേണ്ട നീ വെറുതെ കൊതിച്ചിടേണ്ട വണ്ടോശം എടുത്തു പോയാൽ എന്നെ റബ്ബ് പിടിക്കും ജബാനിയാക്കളിടിക്കും ആ നരകത്തിലിട്ട് കരിക്കും. ഫാദൽ ആബിദിന്റെ സാരോപദേശമൊന്നും അവളുടെ ചെവിയിലേക്ക് കയറുന്നില്ല. കാരണം അത്രമാത്രം ആ സുമുഖനെ അവൾ സ്നേഹിച്ചിരുന്നു. തന്റെ ഇംഗിതത്തിന് ഫാദൽ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്, അഴകെ നീയല്ലാതെ ആരും എനിക്കില്ല അതിർപ്പൂമേനി ഞാനാർക്കും കൊടുക്കില്ല അഴകെ നീയല്ലാതെ ആരും എനിക്കില്ല അതിർപ്പൂമേനി ഞാനാർക്കും കൊടുക്കില്ല. മൊഞ്ചി തികഞ്ഞൊരു കാഞ്ചനമേനി കൊഞ്ചിടുമാനവ കഞ്ചകറാണി പഞ്ചവർണ്ണ കിളി തങ്കഹുറാനി മൊഞ്ചി തികഞ്ഞൊരു കാഞ്ചനമേനി കൊഞ്ചിടുമാനവ കഞ്ചകറാണി പഞ്ചവർണ്ണ കിളി തങ്കഹുറാനി ഹുറാനി പെണ്ണിന് ഒന്ന് പറയണം ഉത്സാഹത്തോടെ നീ എന്നാശ തീർക്കണം ആശിച്ച മധുവല്ലിയാകും അതോർക്ക് ആശിക്ക് ഞാൻ തരും മേനി നിനക്ക് ആശനി ഒന്നിത വന്ന് സുഖിക്ക് ആശിച്ച മധുവല്ലിയാകും അതോർക്ക് ആശിക്ക് ഞാൻ തരും മേനി നിനക്ക് ആശനി ഒന്നിത വന്ന് സുഖിക്ക് സുഖിക്കാം സുഖം നമ്മൾ പങ്കിട്ടെടുക്കാലോ സുന്ദരമായി നമുക്കെന്നെന്നും വാഴാലോ.
ഫലൽ ആബിദിനെ വലയിൽ വീഴ്ത്താൻ അവൾ 18 ഇടവും പാറ്റി നോക്കുന്നുണ്ട്. പക്ഷേ അചഞ്ചലമായി ഈമാൻ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിച്ച സ്വഹാബി അവളോട് പറഞ്ഞു, പെണ്ണേ, നിന്റെ ഈ നടത്തം വിഫലമാണ്. നീ എന്നെ ഇഞ്ചിഞ്ചായി അറിഞ്ഞാലും ഹറാമിന് ഞാൻ കൂട്ടു നിൽക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നടന്നു പോകുന്ന സ്വഹാബിയെ നോക്കി അവൾ പറഞ്ഞു, ഫലലേ, ഈ പോക്ക് നിനക്ക് നല്ലതിനല്ല. നിന്നെ പിന്നീട് ഒരിക്കൽ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞ് അവളും മറ്റൊരു വഴിയിലൂടെ മറഞ്ഞുപോയി. ഫലൽ ആബിദ് പള്ളിയിൽ ചെന്ന് ജാരിയുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കനിവിന്റെ മധുവിനായി കാരം നീട്ടും ആബിദനിൽ കാരുണ്യം ചൊരിയും പുരാനേ. എന്റെ കൽവിന്റെ അടിത്തട്ടിൽ നിറയുന്ന കഥനങ്ങൾ കണ്ണീരായൊഴുക്കുന്നു ഞാനേ. കനിവിന്റെ മധുവിനായി കാരം നീട്ടും ആബിദനിൽ കാരുണ്യം ചൊരിയും പുരാനേ. എന്റെ കൽബിന്റെ അടിത്തട്ടിൽ നിറയുന്ന കഥനങ്ങൾ കണ്ണീരായൊഴുക്കുന്നു ഞാനേ. അവസരം ലഭിച്ചിട്ടും സിനായിൽ നിന്നോടിഞ്ഞോക്ക് അർശിന്റെ നിഴലുണ്ടെന്നരുളിയിലേ. അവസരം ലഭിച്ചിട്ടും സിനായിൽ നിന്നോടിഞ്ഞോക്ക് അർശിന്റെ നിഴലുണ്ടെന്നരുളിയിലേ. തിരുത്വാഹ മൊഴിയുറച്ച് അർശിന്റെ നിഴൽ കൊതിച്ച് അബലനാം ഫളീലതിന്നൊഴിഞ്ഞതല്ലേ. തിരുത്വാഹ മൊഴിയുറച്ച് അർശിന്റെ നിഴൽ കൊതിച്ച് അബലനാം ഫളീലതിന്നൊഴിഞ്ഞതല്ലേ. കനിവിന്റെ മധുവിനായി കാരം നീട്ടും ആബിദനിൽ കാരുണ്യം ചൊരിയും പുരാനേ. എന്റെ കൽബിന്റെ അടിത്തട്ടിൽ നിറയുന്ന കഥനങ്ങൾ കണ്ണീരായൊഴുക്കുന്നു ഞാനേ. സ്വസ്ഥതയില്ലാത്ത മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. നേരം പുലർന്നു. ഫലലിന്റെ മനസ്സിൽ നീറുന്ന ചിന്തകളാണ്. റബ്ബേ, ചാരി ഇനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇന്നലെ അവൾ പോയത്. പുറത്തിറങ്ങിയാൽ ചതിക്കും ഉറപ്പാണ് എന്ന് കരുതി പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? എനിക്ക് പള്ളിയിലേക്ക് പോകണ്ടേ? വരുന്നത് വരട്ടെ എന്ന് കരുതി അന്നും അദ്ദേഹം പള്ളിയിലേക്ക് ഇറങ്ങി. 4 പാടും വീക്ഷിച്ചു കൊണ്ട് നടന്നു. ഇല്ല, ഇന്ന് അവളെ കാണുന്നില്ല. ആശ്വാസമായി അദ്ദേഹം ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് അവൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ആശൈപ്പൂമലരേ, അമ്പുളമാജിതരേ, സന്തോഷ പൂങ്കാവിൽ ചേർന്ന് സുഖിക്കാലം. എനിക്കെല്ലാമെല്ലാം നീയാണല്ലോ, എനിക്കെല്ലാം എല്ലാം നീയാണല്ലോ. യാ ഹബീബി ഫളലൽ ആബിദി യാ ഖുറത്തൽ ഐനൈനി. യാ ഹബീബി ഫളലൽ ആബിദി യാ ഖുറത്തൽ ഐനൈനി. ജാരിയുടെ സംസാരം കേട്ട് ഫലലിന്റെ മനസ്സിൽ കോപത്തിന്റെ തീജ്വാല ആളിക്കത്തി. അദ്ദേഹം പറഞ്ഞു, പെണ്ണേ, ഈ വരവ് നിനക്ക് ആപത്തിനാണ്. എന്നെ ആഗ്രഹിച്ചു നടക്കുന്നത് നിന്റെ പകൽ സ്വപ്നമാണ്. അത് ഫലിക്കാൻ പോകുന്നതല്ല. ഫലലിന്റെ ദൃഢസ്വരത്തിലുള്ള വാക്ക് ജാരിയുടെ മനസ്സിൽ അമ്പെറിഞ്ഞതുപോലെ തുളഞ്ഞു കയറി. വികാരം നുരഞ്ഞു പൊന്തിയിരുന്ന അവളുടെ മനസ്സിപ്പോൾ പ്രതികാരദാഹം കൊണ്ട് പിടയുകയാണ്. ജാരിയ പെണ്ണിന്റെ പൊൻപാദനം ചെമ്മാനം പോലെ തുടുത്തിടുന്നേ. പ്രേമാനുരാഗം ഒഴിഞ്ഞു പെണ്ണിൽ പ്രതികാരദാഹം ഉയർന്നിടുന്നേ. കടമിഴിക്കോണിൽ ജ്വലിച്ചു നിൽക്കും ക്രോധത്താലാളുന്ന തീനാമ്പുകൾ. കടമിഴിക്കോണിൽ ജ്വലിച്ചു നിൽക്കും ക്രോധത്താലാളുന്ന തീനാമ്പുകൾ. വിറകൊള്ളും ആ പെണ്ണിൻ അതരങ്ങളിൽ പറയുവാൻ എന്തെന്തോ തങ്ങി നിന്നേ.
വിരകൊള്ളും ആ പെണ്ണിൻ അതരങ്ങളിൽ പറയുവാൻ എന്തെന്തോ തങ്ങി നിന്നേ. അവൾ പറഞ്ഞു, ഫലലെ, ഇത് 2ാം തവണയാണ് എന്നെ നീ നിരാശപ്പെടുത്തുന്നത്. നിന്നെ ഒരു നടക്ക് ഞാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഭൂമി കുലുങ്ങുന്ന ശബ്ദത്തിൽ നടന്നുപോയി. ഫലൽ ആബിദ് അന്നും പള്ളിയിൽ പോയി കുറെ കരഞ്ഞു പ്രാർത്ഥിച്ചു. പടച്ചവനെ, ജാരിയയുടെ ശരളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം? ആരും അറിയാതെ നാടുവിട്ടെങ്കിലോ. ഈ സമയത്താണ് ആ സന്തോഷ വാർത്ത കേട്ടത്. അധിപതി ജലാലിന്റെ വിശുദ്ധ മന്ദിരം കാണാൻ അനവധി ജനങ്ങൾ ഇന്നൊരുങ്ങിടുന്നേ. ഹജ്ജ് ആ പുണ്യകർമ്മത്തിനായി പുറപ്പെടുന്നേ. അധിപതി ജലാലിന്റെ വിശുദ്ധ മന്ദിരം കാണാൻ അനവധി ജനങ്ങൾ ഇന്നൊരുങ്ങിടുന്നേ. ഹജ്ജ് ആ പുണ്യകർമ്മത്തിനായി പുറപ്പെടുന്നേ. ഇക്കൊല്ലത്തെ ഹജ്ജിന് എല്ലാവരും ഒരുങ്ങുന്ന വിവരം സന്തോഷത്തോടെയാണ് ഫലൽ ശ്രവിച്ചത്. അദ്ദേഹം ആ സംഘത്തിൽ പോകുവാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ, ജാരിയുടെ ശരളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. യാത്രയുടെ ദിവസം അടുത്തു വന്നു. ഫലൽ ഹജ്ജിന് പോകുന്നത് ജാര എങ്ങനെയോ മണത്തറിഞ്ഞു. അവൾ കോപം കൊണ്ട് തുള്ളിച്ചാടി. എന്നെ നിരാശപ്പെടുത്തി വിട്ട ഫലൽ ഹജ്ജിന് പോവുകയോ? അത് ഞാൻ കാണിച്ചു കൊടുക്കാം. അവൾ ഫലലിനെ ചതിക്കുവാനുള്ള കുതന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ പാവം ഫലൽ ആബിദ് ഇതൊന്നും അറിയുകയില്ല. ഊണം ഉറക്കില്ല മനസ്സിൽ കുതന്ത്രങ്ങൾ നെയ്യുന്ന പെണ്ണിന്. ഹജ്ജിനൊരുങ്ങിടുമ്പോൾ ചതിക്കണം എന്ന് പറയുന്നു. ഊണം ഉറക്കില്ല മനസ്സിൽ കുതന്ത്രങ്ങൾ നെയ്യുന്ന പെണ്ണിന്. ഹജ്ജിനൊരുങ്ങിടുമ്പോൾ ചതിക്കണം എന്ന് പറയുന്നു. പലവിധ വഞ്ചനകളും കണ്ടു മനസ്സിൽ. ഫലലിനത്ര കിടക്ക് നമ്മൾ പിടിക്കും മന്ദസിൽ. പലവിധ വഞ്ചനകളും കണ്ടു മനസ്സിൽ. ഫലലിനത്ര കിടക്ക് നമ്മൾ പിടിക്കും മന്ദസിൽ. മോഹങ്ങൾ കൊണ്ടൊരു കൊട്ടാരം കെട്ടി മോദത്തിൽ മാനസം മദ്ദളം കൊട്ടി. മോഹങ്ങൾ കൊണ്ടൊരു കൊട്ടാരം കെട്ടി മോദത്തിൽ മാനസം മദ്ദളം കൊട്ടി. ഊണം ഉറക്കില്ല മനസ്സിൽ കുതന്ത്രങ്ങൾ നെയ്യുന്ന പെണ്ണിന്. ഹജ്ജിനൊരുങ്ങിടുമ്പോൾ ചതിക്കണം എന്ന് പറയുന്നു. ജാരിയ തന്റെ ഭൃത്യൻ അസ്വദിനെയും അടിമ സ്ത്രീ ഷഹീദയെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഇവിടെ നിന്നൊരു ഹജ്ജ് സംഘം പുറപ്പെടുന്ന അറിഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ നമുക്കും പോകണം. എന്തിനാണ് ഭവതി നമ്മൾ പോകുന്നത്? ഭൃത്യൻ ചോദിച്ചു. എല്ലാം പറയാം. പ്രഭാതം പൊട്ടിവിടർന്നു. ഹജ്ജ് സംഘം യാത്രയായി. യാത്ര പുറപ്പെടുന്നേ. ജാരിയ പെണ്ണും ചെന്നേ. അവളാരെന്നാർക്കും അറിയൂല. സംശയമാർക്കും വരൂല. യാത്ര പുറപ്പെടുന്നേ. ജാരിയ പെണ്ണും ചെന്നേ. അവളാരെന്നാർക്കും അറിയൂല. സംശയമാർക്കും വരൂല. മുന്തി നടന്നു സംഘം മനസാകെ ഹജ്ജിൻ രംഗം. കണ്ണാടി പോലെ കണ്ട് കൽബിലാനന്ദം കൊണ്ട്. പതിലോരിൽ രോഷം കൊണ്ട് പരുതക്കാരിയുമുണ്ട്. പതിലോരിൽ രോഷം കൊണ്ട് പരുതക്കാരിയുമുണ്ട്. അവൾക്കിന്ന് എന്തോ മുറാദാ. ആ പോക്കിലെന്തോ പസാദാ. ആ യാത്ര സംഘം ഇപ്പോൾ കിലോമീറ്ററുകൾ പിന്നിട്ടിരിക്കുന്നു. ഫലൽ ആബിദിന് നിറഞ്ഞ ആഹ്ലാദം.
തന്നെ ചതിക്കാൻ നടക്കുന്ന ജാരയുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം. പക്ഷേ ആ രാക്ഷസി ഒരു പ്രേതത്തെ പോലെ തന്നെ പിന്തുടരുന്നത് ഫലൽ ആബിദ് അറിഞ്ഞിട്ടില്ല. സമയം സന്ധ്യയായി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ മെല്ലെ മെല്ലെ താഴ്ന്നിറങ്ങി. വിശാലമായ മരുഭൂമിയിൽ എല്ലാവരും കൂടാരം കിട്ടി. സമയം ഇടഞ്ഞു നീങ്ങി. നല്ല തണുപ്പുള്ള രാത്രി. യാത്രയുടെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പക്ഷേ ഫലൽ ആബിദ് മാത്രം ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ഇബാദത്തിലാണ്.